നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിലെ 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി വിധി പ്രസ്താവിച്ചു. സനീഷ് ജോർജ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ നഗരസഭയിൽ LDF 12 അംഗങ്ങളായി ചുരുങ്ങി. പാറപ്പുറത്ത് ശുചിമുറി പണിത് തൊടുപുഴ നഗരസഭയിലെ എഞ്ചിനീയർമാർ. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുകളിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ശുചിമുറി സമുച്ചയമുള്ളത്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഔഷധ സേവ ജൂലൈ 31-ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. KSEBിയിലെ പെൻഷൻ പ്രതിസന്ധിയിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ KSEBിയും സർക്കാരും തയ്യാറാകണമെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് M. ഡേവിഡ്. വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. പ്രസിഡന്റായി ലിജോ ജോണും സെക്രട്ടറിയായി ജോയി ജെയിംസും ട്രഷററായി PS അനീഷും ചുമതലയേറ്റു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി വിധി പ്രസ്താവിച്ചു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സനീഷ് ജോർജ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ നഗരസഭയിൽ LDF 12 അംഗങ്ങളായി ചുരുങ്ങി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജി സമർപ്പിച്ചു. മുനിസിപ്പൽ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് രാജി. അതേസമയം LDFിലേക്ക് കൂറുമാറിയ 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി. അഴിമതി കേസിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ് സനീഷ് ജോർജ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം 1 മാസക്കാലമായി സമരം നടത്തിയിരുന്നു. LDF പിന്തുണയോടെയായിരുന്നു സനീഷ് ജോർജ് കഴിഞ്ഞ 3.5 വർഷക്കാലം ചെയർമാനായി തുടർന്നത്. കേസിനെ തുടർന്ന് LDFും രാജി ആവശ്യപ്പെടുകയും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അവതരിപ്പിക്കാനിരുന്ന അവിശ്വാസ പ്രമേയത്തിന് UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ചെയർമാന്റെ രാജി. ഇതിനു പുറമെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് LDFിനൊപ്പം ചേരുകയും ചെയ്ത 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. UDF കൗൺസിലർമാർ നൽകിയ ഹർജിയിൽ ഇന്നാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. LDFിനൊപ്പം ഉണ്ടായിരുന്ന സനീഷ് ജോർജിന്റെ രാജിയും മാത്യു ജോസഫ് അയോഗ്യനാക്കപ്പെട്ടതും ഭരണകക്ഷിയായ LDFിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കും ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമില്ല. ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. മൂവാറ്റുപുഴ RDOയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ ഷൈജു P. ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അവിര ജോസഫ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം മൂവാറ്റുപുഴ RDOയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ ഷൈജു P. ജേക്കബ് നിർവഹിച്ചു. ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും ഇവിടെ വന്ന് ഇത് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ സർക്കാരും സഭയും നമ്മുടെ ടീച്ചേഴ്സും എല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിലെ തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരെന്ന് അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് അനേകർക്ക് മാതൃകയായി തീർന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ സാഹിത്യത്തെ കുറിച്ചുള്ളതും കലയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും കണ്ട് നമ്മുടെ ഭക്തി രീതിയിൽ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ട് ആ രീതിയിൽ ട്രാക്കിലേക്ക് മുന്നോട്ട് പോകാനുള്ളവരായി
പ്രിൻസിപ്പൽ അവിര ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ പാഠപുസ്തക രചനാ സമിതി അംഗം റോയി ജെ കല്ലറങ്ങാട്ട്, PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ സ്വാഗതവും അധ്യാപക പ്രതിനിധി രഞ്ജിത്ത് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പാറപ്പുറത്ത് ശുചിമുറി പണിത് തൊടുപുഴ നഗരസഭയിലെ എഞ്ചിനീയർമാർ. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുകളിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ശുചിമുറി സമുച്ചയമുള്ളത്. പാറ മാത്രം അടിയിലുള്ള ഇവിടെ ശുചിമുറി നിർമ്മിച്ചാൽ ഇതിനുള്ള സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻ ഭരണസമിതിയുടെ കാലത്ത് ശുചിമുറി നിർമ്മാണം തുടങ്ങിയത്. 18 ലക്ഷം രൂപയാണ് അന്ന് ഇതിനായി ചെലവഴിച്ചത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഴിമതിയിൽ മുങ്ങിക്കുടിച്ച തൊടുപുഴ നഗരസഭയിലെ എഞ്ചിനീയർമാർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുകളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിതതാണ് ഈ ശുചിമുറി സമുച്ചയം. പാറ മാത്രം അടിയിലുള്ള ഇവിടെ ശുചിമുറി നിർമ്മിച്ചാൽ ഇതിനുള്ള സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻ ഭരണസമിതിയുടെ കാലത്ത് 18 ലക്ഷം രൂപ മുടക്കി ഇവിടെ ശുചിമുറി നിർമ്മാണം ആരംഭിച്ചത്. ഫയലുകളെല്ലാം വേഗം നീങ്ങിയിരുന്നു. കെട്ടിടം പണിതെങ്കിലും ഇതുവരെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കാത്തതിനാൽ ഇത് തുറന്നു കൊടുക്കുവാൻ അധികൃതർക്കായിട്ടില്ല. മാലിന്യങ്ങൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് സംസ്കരിച്ച് പുറത്തേക്ക് വിടാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ കെട്ടിടം പണിതതിലും തുക വേണം മാലിന്യ സംസ്കരണ പദ്ധതിക്കെന്ന് കണ്ടെത്തിയതോടെ അന്നത്തെ ഭരണസമിതിയും പിന്നീട് വന്ന ഇപ്പോഴത്തെ ഭരണസമിതിയും തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അന്ന് പദ്ധതിക്കായി പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട എഞ്ചിനീയർക്കും ജനപ്രതിനിധികൾക്കും അറിയാമായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് വലിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയായിരുന്നു. ഇതിന്റെ പേരിൽ കമ്മീഷൻ പറ്റിയവർ ഇപ്പോൾ മൗനത്തിലാണ്. അതേസമയം നിലവിൽ ഇവിടെയുള്ള പഴയ ശുചിമുറിയാകട്ടെ വൃത്തിഹീനമായ നിലയിലാണ്. ഇത്തരത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത പദ്ധതികളിലൂടെ ലക്ഷങ്ങൾ പാഴാക്കുന്നത് നഗരസഭയിൽ പതിവ് പരിപാടിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഔഷധ സേവ ജൂലൈ 31 ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. ഇതിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് അറിയിച്ചു. മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേമഠം, PKK നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി പെരിയമ്മന ഹരിനാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. 30 വൈകിട്ട് 5:30 തൃശൂർ ബ്രഹ്മസമ്മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് ഔഷധം ചൈതന്യവത്താക്കുന്ന ചടങ്ങ് നടക്കും. ഔഷധസേവയോടനുബന്ധിച്ച് രാവിലെ 5 മുതൽ KSRTC സ്പെഷ്യൽ സർവീസ് നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്തിവരുന്ന ഔഷധ സേവ ഈ പ്രാവശ്യം ജൂലൈ 31 ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കും. ഇതിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് അറിയിച്ചു. ഈ വർഷത്തെ ഔഷധ സേവയുടെ പ്രാരംഭ ചടങ്ങുകൾ നാളെ വൈകുന്നേരം 5:30 ആരംഭിക്കും. തൃശൂർ ബ്രഹ്മസ്വമഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് ഈ ഔഷധ പൂജ ചൈതന്യവത്താക്കുന്ന ചടങ്ങാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം നാളെ കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ 5 മണിക്ക് ഔഷധം സേവിക്കുന്നതിന് മുൻപും ഈ ഔഷധ സൂക്ത ജപം ഉണ്ടാകും. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ വെണ്ണ നമ്മൾ വാഴൂർ ശ്രീ തീർത്ഥപാദ ആശ്രമത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ വർഷം വിപുലമായ ക്രമീകരണങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും രോഗബാധിതരായ ധാരാളം ആളുകൾ, മാരകമായ രോഗങ്ങളെ ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അവർക്ക് അധിക സമയം നിൽക്കാതെ ഔഷധം സേവിക്കുന്നതിന് ഒരേ സമയം ഏതാണ്ട് 500ഓളം പേർക്ക് ഔഷധം സേവിക്കുന്ന രീതിയിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഇത്തവണ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഔഷധം സേവിച്ച് ഭഗവാനെ ദർശിച്ച് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും കർക്കിടക കഞ്ഞിയും നൽകുന്നുണ്ട്. അതുപോലെ KSRTCയുടെ സ്പെഷ്യൽ സർവീസ് ഈ വർഷമുണ്ട്. രാവിലെ 5 മണി മുതൽ തൊടുപുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും 15 മിനിറ്റ് ഇടവിട്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക്, ഇടവെട്ടി ക്ഷേത്രത്തിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഔഷധ സഭയ്ക്ക് മുന്നോടിയായി 30 വൈകിട്ട് 5:30 തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് ഔഷധം ചൈതന്യവത്താക്കുന്ന ചടങ്ങ് നടക്കും. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഔഷധ സേവ. ഈ ദിവസം KSRTC സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഔഷധ സേവയ്ക്ക് എത്തുന്ന എല്ലാവർക്കും കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുന്നതാണ്. ഒരേ സമയം 500 പേർക്ക് ഔഷധം സേവിക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഈ വർഷം സജ്ജമാക്കിയിട്ടുണ്ട്. മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേ മഠം, PKK നമ്പൂതിരിപ്പാട് പുതുവാമന, ക്ഷേത്രം മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് VB ജയൻ, സെക്രട്ടറി സിജു B പിള്ള വടക്കേമൊഴിക്കൽ, സഹരക്ഷാധികാരി MR ജയകുമാർ പുത്തൻമഠത്തിൽ, ഔഷധസേവ ചെയർമാൻ ശശീന്ദ്രൻ PA പുളിങ്കുന്നേൽ, ഔഷധസേവ ജനറൽ കൺവീനർ സുധീർ കുമാർ PR പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSEBയിലെ പെൻഷൻ പ്രതിസന്ധിയിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ KSEBയും സർക്കാരും തയ്യാറാകണമെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് M ഡേവിഡ് ആവശ്യപ്പെട്ടു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം മൂലമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. അവകാശങ്ങൾ നേടാനായി ജില്ലാ സമ്മേളന സിന്ദാബാദ്, കൂട്ടായ്മ സിന്ദാബാദ്. കേട്ടുകൊണ്ടിരുന്ന രീതിയാണ് ഈ ലക്ഷ്യസംവിധാനം ഉണ്ടാകാൻ പോകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ എല്ലാ രീതികളിലും ശക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ രീതിയിൽ സംഘടന പ്രവർത്തിക്കുന്ന ആശംസ അദ്ദേഹത്തെ ഞാൻ എല്ലാവരെയും അവിടെ എത്തിയിട്ടുണ്ട്. സജീവമായി വളരെ ആക്റ്റീവായിട്ട് സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ സംഘടനയിൽ സ്വാഗതമുണ്ട്. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് മാക്സിമം ആൾക്കാരെ സംഘടനയിലാണ് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ നമുക്ക് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാഞ്ജലിയുടെയും ദേശീയ നെറ്റ്ബോൾ ദിനാഘോഷത്തിൻ്റെയും ഭാഗമായി ദേശീയ കായികവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷനുമായി ചേർന്ന് തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. MJ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസും ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവും ചേർന്ന് കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേശീയ കായികവേദി ജില്ലാ പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ കായികവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷനുമായി ചേർന്ന് തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാഞ്ജലിയുടെയും ദേശീയ നെറ്റ്ബോൾ ദിനാഘോഷത്തിന്റെയും ഭാഗമായി വെങ്ങല്ലൂർ റിവർവ്യൂ റോഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം MG യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസും ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവും ചേർന്ന് കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. വേളാങ്കണ്ണിയിൽ പോയാൽ നമ്മൾ കാണുന്നത് പോലെ തീർത്ഥാടന കേന്ദ്രമായി പുതുപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളിയുടെ അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ള കബറിടം ഇപ്പോൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. കുടുംബാംഗങ്ങൾ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങി, അദ്ദേഹത്തിൻ്റെ വേദനകൾ തിങ്ങി മനസ്സുമായി ഓടിയെത്തിയ മാതാപിതാക്കൾ, സാധാരണക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരെല്ലാം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് എന്നാൽ അതെത്രയാണ് എന്ന് നോക്കി കണ്ണടച്ച് ഒപ്പിടുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി, അതായിരുന്നു ജനസേവകൻ. ആ ജനസേവന മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും ശിരശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലംകാരൻ കൂടിയാണ് ഞാൻ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 2 വർഷം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി നമ്മൾ 2015 ദേശീയ ഗെയിംസ് 35ാം ദേശീയ ഗെയിംസിൽ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെയും തിരുവഞ്ചൂർ സാറിൻ്റെയും കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. അന്നാണ് എനിക്ക് കൂടുതൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. ഏറ്റവും കൂടുതൽ കായിക രംഗത്തെ എന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. നമുക്ക് എടുത്തു നോക്കി ചരിത്രം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ
കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ്. യോഗത്തിൽ ദേശീയ കായികവേദി ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത്, ദേശീയ കായികവേദി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർലി കുര്യൻ, ജേസൺ ജോസഫ്, MH സജീവ്, ഡോക്ടർ ബോബു ആന്റണി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. AP മുഹമ്മദ് ബഷീർ, ഷെല്ലി ജോൺ, യൂജിൻ ബേബി, ഷാൻഡോ തോമസ്, മുഹമ്മദ് ഫാസിൽ, പോൾ ഇഞ്ചിയാനി, സജിമോൻ KG എന്നിവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെൽബിൻ ജോസ് സ്വാഗതവും സെക്രട്ടറി ലിഖിയ ഷാൻഡോ പുൽപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. വണ്ണപ്പുറം ക്ലൗഡ്സ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് K. മനോജ് സ്ഥാനാരോഹണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. പ്രസിഡന്റായി ലിജോ ജോണും സെക്രട്ടറിയായി ജോയി ജെയിംസും ട്രഷററായി PS അനീഷും ചുമതലയേറ്റു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി വണ്ണപ്പുറത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പേഴ്സിന്റെ ഇൻഡക്ഷനും കുടുംബസംഗമവും നടന്നു. മഞ്ഞക്കുന്നിൽ ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ ലയൺസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് K. മനോജ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ലിജോ ജോൺ മറ്റത്തിൽ വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു. ഇനിയുള്ള ഓരോ മീറ്റിങ്ങിലും ഇനിയുള്ള ഓരോ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാ ഫാമിലി മീറ്റിങ്ങിലാണെങ്കിലും എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേഷൻ തന്നുകൊണ്ട് മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല മെമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല മെമ്പേഴ്സിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പ്രസിഡന്റ് ലിജോ ജോൺ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സജി M. ജോർജ്, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ബാബു KK, IPP റോബിൻ ജെയിംസ്, സെക്രട്ടറി ജോയി ജെയിംസ്, ട്രഷറർ അനീഷ് PS, ക്ലബ്ബ് മെമ്പർഷിപ്പ് ചെയർപേഴ്സൺ ജോബി ജോർജ്, ക്ലബ്ബ് സർവീസ് ചെയർപേഴ്സൺ ആൻഡ് ടീമർ ജോഷി NN, ക്ലബ്ബ് മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ ആൻഡ് ടെയിൽ ട്വിസ്റ്റർ രാജീവ് ഭാസ്കർ, ക്ലബ്ബ് ഡയറക്ടേഴ്സ് ജോബി ജോർജ്, ബാബു ജെയിംസ്, ഡോക്ടർ ബേബി വർഗീസ്, അഡ്വക്കേറ്റ് മനീഷ് P. കുമാർ, ടോംസൺ ജോയ്, തഞ്ചു തോമസ്, ശ്രീകുമാർ PS, റോമിയോ ബേബി, അഡ്വക്കേറ്റ് സജിത് തോമസ്, രാജേഷ്, സുമേഷ്, മനേഷ് P. മോഹൻ, ജിജോ ജോസഫ് എന്നിവർ ബോർഡ് മെമ്പേഴ്സുമായ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. മുൻ പ്രസിഡന്റ് റോബിൻ ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സജിത് തോമസ് സ്വാഗതവും ജൂലി ബാബു ആമുഖാവതരണവും നടത്തി. റീജിയണൽ ചെയർപേഴ്സൺ സനിൽ NN, സോൺ ചെയർപേഴ്സൺ ജോഷി ജോർജ്, രാജീവ് ഭാസ്കർ, സജീവ് KA എന്നിവർ ആശംസയും സെക്രട്ടറി ജോയി ജെയിംസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. സംസ്ഥാനത്ത് 2000 നിർധന കുടുംബങ്ങൾക്ക് CPM ഭവനങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വളരെ ശ്രമകരമായ ദൗത്യമാണെങ്കിലും ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വീട് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മുരിക്കാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് പൂമാങ്കണ്ടത്ത് സംസാരിക്കുകയായിരുന്നു CV വർഗീസ്. ചടങ്ങിൽ വീട് നിർമ്മിച്ച കരാറുകാരനെ ആദരിച്ചു. CPIM സംസ്ഥാന വ്യാപകമായി നിർധന കുടുംബങ്ങൾക്ക് 2000 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. സംസ്ഥാനത്തെ 2000 ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് നിർമ്മാണ പദ്ധതി പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുരിക്കാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പൂമാങ്കണ്ടം ചേലക്കര സീമ ബിജുവിന് വീട് നിർമ്മിച്ചു നൽകിയത്. 8 ലക്ഷം രൂപ മുതൽ മുടക്കി 1300 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി EN ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ വീട് നിർമ്മിച്ച കരാറുകാരനെ ആദരിച്ചു. ഇടുക്കി ഏരിയ സെക്രട്ടറി PB സബീഷ്, ജോയി മുളഞ്ഞനാനി, അജയൻ പാറക്കുടി, വിഷ്ണു PM എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ഗുരു നിത്യചൈതന്യതയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ തൊടുപുഴ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു. സമ്മേളനം നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി താഗീശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ MS സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത്. നാരായണ ഗുരുകുല അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ നടരാജ ഗുരുവിന്റെ പിൻഗാമിയുമായിരുന്ന ഗുരു നിത്യചൈതന്യതയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ തൊടുപുഴ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു. നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത്. നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ ഭാരതീയനായ ഒരാൾ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവിനെയാണ് കാണുക. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ നാഥന്, കർത്താവിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുക. ദേവന്മാർ 30 ഉണ്ടെന്ന് പറയുന്നത് എന്നുവെച്ചാൽ നിരവധിയാണെങ്കിലും 3 ദേവന്മാരെ എടുത്തു പറയുന്നുണ്ട്: ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. അപ്പൊ എന്താണ് ഈ ബ്രഹ്മദേവൻ? ഈ പ്രപഞ്ച സൃഷ്ടിയുടെ വിധാതാവെന്നും പറയും. അത് ബ്രഹ്മദേവനാണ്. നമുക്ക് ഈ ബ്രഹ്മദേവനെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? നാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അനന്തമായി കാണുന്ന ഈ രൂപം, ശബ്ദമായി കാതിൽ കൂടി കേൾക്കുന്ന ശബ്ദങ്ങൾ, അതിന് അറുതിയുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രൂപങ്ങൾ ചക്രവാളത്തോളം കാണാം. ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ MS സുരേഷ് അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സംഘടിപ്പിച്ച ഗുരുനിത്യ സ്മൃതിയിൽ KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ എബ്രഹാം ഇരുമ്പിനിക്കൽ, എറണാകുളം ശങ്കരാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ, ഖുറാൻ അകമ്പുരുൾ വ്യാഖ്യാതാവ് CH മുസ്തഫ മൗലവി, റിട്ടയർഡ് SP അഡ്വക്കേറ്റ് KM ജിജിമോൻ, സ്റ്റഡി സർക്കിൾ ജില്ലാ കാര്യദർശിമാരായ അഡ്വക്കേറ്റ് VF അരുണകുമാരി, സുജൻ മേലുകാവ്, CS പ്രതീഷ്, കോട്ടയം ശ്രീനാരായണ ഗുരു ഹോം സ്റ്റഡി സെന്റർ ഡയറക്ടർ PK ശിവപ്രസാദ്, രാജൻ അടിമാലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. മത്സരിച്ച 15 സീറ്റുകളിലും മിന്നും വിജയമാണ് നേടിയത്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 2014-ലും 2019-ലും LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പോൾ ചെയ്ത വോട്ടിന്റെ 88% LDF മുന്നണിക്ക് ലഭിച്ചു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മിന്നും വിജയമാണ് നേടാൻ കഴിഞ്ഞത്. പോൾ ചെയ്ത വോട്ടിന്റെ 88% നേടിയാണ് സഹകരണ സംരക്ഷണ മുന്നണി വിജയിച്ചത്. ആകെ 15,458 വോട്ടർമാരാണുള്ളത്. ഇതിൽ 3,799 പേരാണ് വോട്ട് അവസരം വിനിയോഗിച്ചത്. UDF മുന്നണിയിൽ 10 പേർ മാത്രമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. LDFിലെ G വിജയൻ എതിരില്ലാതെ വിജയിച്ചിരുന്നു. 1966-ൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിൽ 28 വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലുള്ളത്. 2009-ലാണ് മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് 2014-ലും 2019-ലും ഇടതുമുന്നണി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെയുള്ള 15 സീറ്റിൽ 10 എണ്ണത്തിൽ മാത്രമാണ് UDF മത്സരിച്ചത്. UDFന്റെ 5 പേരുടെ നോമിനേഷൻ ഭരണാധികാരി തള്ളുകയായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മിന്നും വിജയം നേടിയത്. തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഈ ബാങ്കിനെ തകർത്ത UDFന്റെ ചരിത്രം അറിയാവുന്ന ഇവിടുത്തെ ജനങ്ങൾ 2500-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ LDFനെ വിജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ബാങ്ക് ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന മുഴുവൻ സഹകാരികൾക്കും LDFന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് കൃഷിയിടത്തിലാണ് കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത്. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണ് കാഞ്ഞിരവേലി. ആനയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് കാഞ്ഞിരവേലി.
കാഞ്ഞിരവേലിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസിയായ വാടകയിൽ ഷാജിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനയുടെ ജഡം കിടന്നിരുന്നത്. ആനയുടെ ജഡം കണ്ടെത്തിയതോടെ വിവരം പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ആന ചെരിയാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് വനംവകുപ്പ് വ്യക്തത വരുത്തും. കാഞ്ഞിരവേലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാണ്. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി മുതലക്കോടം ഫൊറോനയിലെ കത്തോലിക്ക യുവജനങ്ങൾ യുവദീപ്തി KCYM സംഘടനയുടെയും തൊടുപുഴ നഗരസഭയുടെയും നേതൃത്വത്തിൽ തൊടുപുഴ പുഴയോരം ബൈപ്പാസ് വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോനയുടെ കീഴിലുള്ള 6 ഇടവകയിൽ നിന്നുമായി 30ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മുതലക്കോടം ഫൊറോനയിലെ കത്തോലിക്ക യുവജനങ്ങൾ യുവദീപ്തി KCYM സംഘടനയുടെയും തൊടുപുഴ നഗരസഭയുടെയും നേതൃത്വത്തിൽ തൊടുപുഴ പുഴയോരം ബൈപ്പാസ് വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. യുവദീപ്തി KCYM മുതലക്കോടം ഫൊറോനയുടെ ഡയറക്ടർ ഫാദർ ജോൺ മുണ്ടയ്ക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിറിയക് മഞ്ഞക്കടമ്പിൽ, പ്രസിഡന്റ് റോബിൻ ജെയിംസ് പൊട്ടനാനിക്കൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഫൊറോനയുടെ കീഴിലുള്ള 6 ഇടവകകളിൽ നിന്നുമായി 30ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിലെ 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി വിധി പ്രസ്താവിച്ചു. സനീഷ് ജോർജ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ നഗരസഭയിൽ LDF 12 അംഗങ്ങളായി ചുരുങ്ങി. പാറപ്പുറത്ത് ശുചിമുറി പണിത് തൊടുപുഴ നഗരസഭയിലെ എഞ്ചിനീയർമാർ. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുകളിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ശുചിമുറി സമുച്ചയമുള്ളത്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഔഷധ സേവ ജൂലൈ 31-ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. KSEBയിലെ പെൻഷൻ പ്രതിസന്ധിയിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ KSEBയും സർക്കാരും തയ്യാറാകണമെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് M. ഡേവിഡ്. വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. പ്രസിഡന്റായി ലിജോ ജോണും സെക്രട്ടറിയായി ജോയി ജെയിംസും ട്രഷററായി PS അനീഷും ചുമതലയേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.